വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജെയിം. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഒരു അവധി ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എണീച്ചിട്ട് കുളത്തിൻ്റെ അവിടെ പോയി നിൽക്കുകയാണ്. വല്ല ആമയോ നീർക്കോലിയോ ചേരിയോ ഒക്കെ കണ്ട ഒരു ഹായ് പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കുളമൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് ഒന്നിനെയും കാണാൻ പറ്റിയില്ല. അതിനുശേഷം ചെടികളോടൊക്കെ ഒന്ന് വർത്താനം പറയാമെന്ന് വിചാരിച്ചു. ഈ സുന്ദരി പൂക്കൾ എല്ലാവർക്കും അറിയണ്ടാവില്ലേ, ഞാൻ പല ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് എടുക്കും. ഈ സുന്ദരിക്കുട്ടിയുടെ പേരാണ് ആർട്ടിക് സ്നോ. പിന്നെ നമ്മൾ നേരെ പോയത് സപ്പോട്ട ചെടിയുടെ അടുത്താണ്. അവിടെ കുറച്ച് സപ്പോട്ട കുട്ടികളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ നമുക്ക് പറിച്ച് തിന്നാം. പക്ഷെ അതിന് മുമ്പ് തന്നെ ഇവിടെ കുറച്ച് കുസൃതി അണ്ണാന്മാരുണ്ട് കേട്ടോ, അവർ പറിച്ച് തിന്നോളും. ഇനി നമുക്ക് കാണാനുള്ളത് മാൻഡറിൻ ഓറഞ്ചാണ്. നിറച്ച് കുഞ്ഞു കുഞ്ഞു ഓറഞ്ചുകൾ തൂങ്ങി കിടക്കണമുണ്ടോ. ഇത് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതും ഹണിയുടെ കൂടെ ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം അത് ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നടന്ന് പോവാണ്. കുറച്ച് കുഞ്ഞു മുക്കുറ്റി ചെടിയൊക്കെ കണ്ട്. മുക്കുറ്റി കാണാൻ നല്ല ഭംഗിയാട്ടോ. ഞാൻ എപ്പോഴും മുക്കുറ്റി ചെടി കാണുമ്പോൾ അതിൻ്റെ ഫ്ലവർ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞു പൂവാണെങ്കിൽ നല്ല ഭംഗിയാണ്. പിന്നെ തുളസി ചെടിയൊക്കെ കണ്ടു. അങ്ങനെ ഞാനിങ്ങനെ പോണ വഴിക്കാണ് കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആക്രി പെറുക്കണമെന്നൊന്ന് വിചാരിക്കേണ്ട. എപ്പോഴും ഞാൻ ട്രാഷിൽ നിന്ന് ട്രഷർ ഉണ്ടാക്കാനാണ് ശ്രമിക്കാറ്. എന്നാലും ട്രാഷിനൊക്കെ ഒരു പരിധിയില്ല. ഇത് ഫുള്ളും തുരുമ്പിച്ച് കിടക്കുക. നോക്കാം, പറ്റുന്ന അത്രയും വൃത്തിയാക്കുക. ഏതായാലും നമ്മൾ എടുത്തു പോയില്ലേ, ഇത് നമുക്കൊന്ന് സുന്ദര കുട്ടപ്പനാക്കാൻ പറ്റുമോ നോക്കാം. അപ്പം ഞാനൊന്ന് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡിൻ്റെ ഒക്കെ ഒരു കാര്യം മനസ്സിലായില്ലല്ലേ, തുരുമ്പ്, അതിൻ്റെ പേരാണ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ഇത് നമ്മൾ ചെയ്യുന്നത് മാംഗോസ്റ്റിൻ ട്രീയുടെ താഴെ ഇരുന്നിട്ടാണ് കേട്ടോ. മാംഗോസ്റ്റിൻ ട്രീയാണ് എനിക്ക് എപ്പോഴും തണൽ തരാറ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് കുറച്ച് വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ വെയിലത്തിരുന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലൈറ്റ് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമ്മൾ ഈ തുരുമ്പ് പിടിച്ച ഈ റിങ്ങിൻ്റെ പുറത്തേക്ക് പേപ്പർ ടേപ്പൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് നോക്കാം. ഈ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡിനെ നമുക്കൊന്ന് മാറ്റണമല്ലോ, അതുകൊണ്ട്. അതിനുശേഷം നമ്മൾ ഫേസ് ഇങ്ങനെ കാണിക്കുക. ഇനി ചടാ, നമ്മൾ ഇന്ന് പഴയ പേപ്പർ ക്ലേ ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ പേപ്പർ ക്ലേക്ക് പകരം വേറെ ഏത് എയർഡ്രൈ ക്ലേ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കുറച്ച് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഈ ഒരു റിങ്ങിൻ്റെ ചുറ്റുമായിട്ട് നമ്മളിതുപോലെ ഈ ഒരു പേപ്പർ ക്ലേ നമ്മൾ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ശക്തമായ വെയിലിൻ്റെ ആഘാതം മൂലം ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോന്നു. അതിനുശേഷം വീണ്ടും നമ്മളുടെ ഒരു സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിലേക്ക് അത് കൊണ്ടുവന്നു. അതിനുശേഷം നമുക്കിത് ഉണക്കാൻ വയ്ക്കാം. എൻ്റെ എന്നും ഉണക്കുന്ന ആ ഒരു സ്പോട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്ന് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ പിറ്റേ ദിവസമാണ് ചെയ്യുന്നത്. കാരണം ഉണങ്ങിക്കഴിഞ്ഞ് പിന്നെ എനിക്ക് അന്ന് ചെയ്യാൻ സമയം കിട്ടിയില്ല. അതിനുശേഷം ഉണങ്ങിയ ആ ഒരു ഷേപ്പിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് പേൾ മെറ്റാലിക് കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലൂവും ഗ്രീനും കൂടെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വീണ്ടും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് കാർ പോർച്ചിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വീഡിയോ ഫുള്ളും ഇതുപോലെ ലൊക്കേഷൻ ചേഞ്ച് ഇനിയും പ്രതീക്ഷിക്കാം. കാരണം ഞാൻ സാധാരണ രീതിയിൽ എല്ലായിടത്തും ഒരിടത്തിരുന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരുന്നിട്ടാണ് ചെയ്യുന്നത് പല സമയത്തായിട്ട്. ഇനി നമുക്ക് നമ്മുടെ പോർcelain ക്ലേയും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം പേപ്പർ ക്ലേ എടുത്തു കഴിഞ്ഞപ്പോൾ പോർcelain ക്ലേക്ക് ഒരു സങ്കടം, കാരണം അതിനെ എടുക്കുന്നില്ല എന്ന്. സോ അതുകൊണ്ട് തന്നെ അതിനെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. കാരണം വിഷമിപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഈ ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം എൻ്റെ ബ്രഷിൻ്റെ ഒരു ഇംപ്രഷൻ അതിന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളറൊന്നും മിക്സ് ചെയ്യാത്ത നമ്മുടെ porcelain ക്ലേ എടുക്കാം. അപ്പോൾ ഞാനിവിടെ കളർ മിക്സ് ചെയ്യാത്തതെന്ന് പറയുമ്പോൾ ഞാൻ ക്ലേ ഉണ്ടാക്കുന്ന സമയത്ത് വൈറ്റ് കളർ പോലും ആഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഉണങ്ങി വരുമ്പോൾ എൻ്റെ ക്ലേ ട്രാൻസ്ലൂസൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ എഫക്റ്റ് ഇതിന് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ടില്ല. ഞാൻ ഒരിക്കലും ക്ലേ ഉണ്ടാക്കുന്ന സമയത്ത് വൈറ്റ് കളറോ മറ്റൊരു കളറും മിക്സ് ചെയ്തിട്ടല്ല ക്ലേ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടെയിൽ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു മെർമെയ്ഡിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ടെയിലും കൂടെ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അപ്പർ ബോഡി സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈസിലി നമ്മളിങ്ങനെ ചെയ്തു. 2 കൈകളും വെച്ചു. കൈകളുടെ സ്കൾപ്റ്റിങ് നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിവിടെ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ആരും പരാതി പറയരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വേറെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ
ഇനി നമുക്ക് ഫേസ് സ്കൾപ്റ്റ് ചെയ്യാം. അവിടെ സ്കൾപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയില്ല. ഒരു മൂക്ക് വയ്ക്കുന്നു, കണ്ണിൻ്റെ അവിടെ കുറച്ച് ഇങ്ങനെ ഒന്ന് കുഴിച്ചിങ്ങനെ ഷേപ്പാക്കുന്നു, പിന്നെ ഒരു വായിൻ്റെ ഭാഗത്ത് 2 കുത്തിട്ടിട്ട് താഴെ ഒരു കുത്തിടുന്നു. ഇത്രയേ ഉള്ളൂ ഫേസ് സ്കൾപ്റ്റിംഗ്. അതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്ലൂ കളർ ക്ലേ എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഭാഗം നമുക്കിനി നന്നായിട്ട് ഉണക്കിയെടുക്കണം. അങ്ങനെ ഉണങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഈ ഒരു ഫേസ് എടുത്തിട്ടുണ്ട്. ഇനി പിന്നെ എന്താ, ഇതിന് കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ നന്നായിട്ട് വരച്ച് വെക്കാം. സോറി, മൂക്കില്ല കേട്ടോ, മൂക്കിൻ്റെ അവിടെ ഒരു കുറച്ച് ക്ലേ അല്ലേ വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഹെയറും കൂടെ വെച്ച് കൊടുക്കാം. ആദ്യം ഹെയറിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. മെർമെയ്ഡിന് നിങ്ങൾക്ക് ഏത് കളർ ഹെയർ വേണേലും വെക്കാം. ഞാൻ ഇതിനു മുമ്പ് ചെയ്തതിനൊക്കെ ബ്ലോണ്ട് ഹെയറും ബ്രൗൺ ഹെയറും ഒക്കെ വെച്ചിരുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ ബ്ലാക്ക് തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ചതിന് ശേഷം ഫേസിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ക്ലേ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഹെയറിൻ്റെ ഷേപ്പിലേക്കൊക്കെ ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഫ്രണ്ടിലേക്കുള്ള ഹെയർ ഇതുപോലെ വളച്ചിട്ട് ഒരു ക്ലേ വെച്ചിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ടൂളോ നീഡിലോ വെച്ചിട്ട് അതൊന്ന് ഫിക്സ് ചെയ്തും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് താഴത്തെ ഭാഗം ഒരു കുഞ്ഞു കമ്പി വെച്ചിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി ഭാഗവും നമുക്കിതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഇനി ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഇപ്പം നമ്മൾ രാവിലെ ഇട്ടിൻ്റെ പിറ്റേ ദിവസം അപ്പോൾ നന്നായിട്ട് ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ടെയിലിൻ്റെ ഭാഗമൊക്കെ കുറച്ച് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈകളും കൂടി ഈ മാനറിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ബാക്കി ഭാഗമൊന്നും അധികം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഹെയർ ഇതൊന്നും, അതുകൊണ്ടാണ് നമ്മൾ കൈകൾ അപ്പോൾ ഒന്ന് ഫിക്സ് ചെയ്യാത്തത്, നേരത്തെ ഫിക്സ് ചെയ്ത് വെക്കാത്തത്. കാരണം അത് ഏതായാലും ഉണങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം ഫിക്സ് ചെയ്താലും മതിയാവും. ഇനി നമുക്ക് നമ്മുടെ മത്സ്യകന്യകയുടെ ആ ഒരു വാലിൻ്റെ ഭാഗത്ത് കളർ കൊടുത്തിട്ട് സുന്ദരി വാലാക്കി മാറ്റാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പോൾ മെറ്റാലിക് കളേഴ്സ് ആണ്. ഈ മെർമെയ്ഡ് പോലെയുള്ള ഫിഗറീൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്പാർക്ലിംഗ് കളേഴ്സ് ഒക്കെ നമുക്ക് ആവശ്യം വരുമ്പോൾ പോൾ മെറ്റാലിക് കളേഴ്സ് വർക്ക് റിയലി വെൽ. കാരണം ഭയങ്കര ഭംഗിയാണ്. പിന്നെ നമ്മൾ ഈ ടെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഗ്ലാസ് കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ട്രാൻസ്ലൂസൻ്റ് ആയതുകൊണ്ട്. അത്രയ്ക്ക് അങ്ങനെ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടില്ല, കാരണം എന്താ വെച്ചാൽ ഉണങ്ങി വരണതേ ഉള്ളൂ. നല്ലോണം ഉണങ്ങി വരുമ്പോൾ നല്ല ട്രാൻസ്ലൂസൻ്റ് എഫക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു റിങ്ങിലോട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊരു പഴയ കോസ്റ്ററിൻ്റെ ഒരു പീസാണ് കേട്ടോ. അത് ഞാൻ വേറെ എന്തിനോ വേണ്ടി ഉപയോഗിച്ചാണ്. അത് ബാക്കി വന്ന വേസ്റ്റാണ്. അതും കൂടെ ഞാൻ ഇതിൻ്റെ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കന്യാകുമാരിയിൽ നിന്ന് പണ്ടെപ്പോഴോ വാങ്ങിച്ചിട്ടുള്ള കുറേ ശംഖും പിന്നെ മുത്തുകളും പിന്നെ ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറേ സീക്വൻസും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറേ സ്റ്റോൺസും എല്ലാം കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കാം. അപ്പം നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം അതിലും നമ്മുടെ ഈ ഒരു മെറ്റാലിക് കളേഴ്സ് എല്ലാം കൊടുത്തിട്ട് അത് അതിലെ ഭാഗമായിട്ട് തന്നെ നമ്മളൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിയേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞൂടാ. ഇതൊരു ഡെക്കറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂറൽ സ്കൾപ്ചർ ആർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ യൂസ് ചെയ്യാം, ഒരു എലമെൻ്റ് ആയിട്ടൊക്കെ. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഓഷ്യൻ തീമായിട്ടുള്ള എന്തെങ്കിലും വേറെ ബിഗ് പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് കാറിലൊക്കെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ തൂക്കിയിടുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ മുകളിൽ വെച്ച സാധനത്തിന് കുറച്ചുകൂടെ ബലം വേണം കേട്ടോ. ഇപ്പം ഞാൻ എന്തായാലും ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല, ഇതിൽ എങ്ങനെ ഇതിനെ വെക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന പോലെ ഞാനിതൊരു ഡെക്കോർ ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആ ഒരു തുരുമ്പ് പിടിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു റിങ്ങിനെ എങ്ങനെ സുന്ദരക്കുട്ടപ്പനാക്കാമെന്നാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചു തന്നത്. വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി എന്ന് പറയുന്ന പോലെ തുരുമ്പ് പിടിച്ചാലും ഈ ഒരു റിങ്ങിനെ നമ്മളൊരു മെർമെയ്ഡ് റിങ്ങായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.